അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പിന്നെ ഇന്നഹും ഈ യൽഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലത്തിഹിം വലൻ തുഫ്ലിഹു ഇദൻ അബദ. നിശ്ചയം അവർ നിങ്ങളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ യർജുമൂക്കും, നിങ്ങൾ അവർ എറിഞ്ഞു കൊല്ലും, ഔ യുഈദൂക്കും ഫീ മില്ലത്തിഹിം, അല്ലെങ്കിൽ അവരുടെ ദർശനത്തിലേക്ക്, അവരുടെ ജീവിത രീതിയിലേക്ക്, അവരുടെ മാർഗത്തിലേക്ക്, നമ്മുടെ ഒരു പൊതുഭാഷയിൽ പറഞ്ഞാൽ അവരുടെ മതത്തിലേക്ക് അവർ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. വലൻ തുഫ്ലിഹു ഇദൻ അബദ. അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിജയം വരിക്കുകയില്ല. അപ്പൊ എന്ന് ഒരു നായകന് അവരോട് പറയണം. അപ്പൊ അവരെ സൂക്ഷിച്ച് പോണം. കാരണം അവർ വന്ന സമൂഹം എന്നുള്ളത് ഒരു ബഹുദൈവാരാധകരായ സമൂഹമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായി, പടച്ച തമ്പുരാന്റെ മൻഹജിന് വിരുദ്ധമായ മനുഷ്യനിർമ്മിത മൻഹജിനെ അവലംബിക്കുന്നവരാണ്, മാർഗത്തെ അവലംബിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ സൂക്ഷിക്കണം എന്ന് ഉപദേശിച്ചിട്ടാണ് ആ വെള്ളിക്കാശുമായിട്ട് ഒരു വ്യക്തിയെ ഭക്ഷണത്തിനായി പറഞ്ഞയക്കുന്നത്. അപ്പൊ എല്ലാ കാലത്തും ഈ ഒരു പ്രശ്നം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന, അല്ലെങ്കിൽ അവരെ ആട്ടിയോടിക്കാനുള്ള ഒരു ശ്രമം. അപ്പോ മനുഷ്യന് പടച്ച തമ്പുരാന്റെ നിയമത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും അവര് ധർമ്മത്തെ ഭയപ്പെടുകയും സത്യത്തെ പേടിക്കുകയും ചെയ്യുന്നിടത്താണ് ഇത്തരത്തിലുള്ള അധികാരികൾ എല്ലാ കാലത്തും രൂപപ്പെടുന്നത്. മനുഷ്യരെ സ്വതന്ത്രരാക്കുകയാണ് വാസ്തവത്തിൽ ദൈവിക സന്ദേശം ചെയ്യുന്നത്. സ്വതന്ത്രരാക്കുക എന്ന് പറഞ്ഞാല് മറ്റു ബഹുവസ്തുക്കൾക്ക് സാഷ്ടാംഗം നമിച്ച്, അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ ശിരസ് നമിച്ച് മനുഷ്യൻ എന്ന ഉത്കൃഷ്ട ജീവിയുടെ വ്യക്തിത്വത്തെ ഇല്ലാതെയാക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടരുത്. അത് നിങ്ങളുടെ വ്യക്തിത്വത്തിനെ ഹനിക്കുന്നതാണെന്നും നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നൽകിയ ഉന്നതമായ സ്ഥാനത്തെ നിങ്ങൾ തന്നെ സ്വയം ഇല്ലായ്മ ചെയ്യുന്നതാണെന്നുമുള്ള ശക്തമായ പാഠമാണ് അള്ളാഹു മനുഷ്യന് നൽകുന്നത്. അപ്പൊ മനുഷ്യനോട് അള്ളാഹു പറയുന്ന വർത്തമാനം, വലക്കത് കറംനാ ബനി ആദമ, ആ മനുഷ്യനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർറി വൽ ബഹറി, കടലിലും കരയിലും നാം അവർക്ക് വഴിയൊരുക്കി. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്തി, എല്ലാ വിശിഷ്ട വിഭവങ്ങളും നാം നൽകി. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല, നാം സൃഷ്ടിച്ച മറ്റിതര സൃഷ്ടിജാലങ്ങളെക്കാളും ശ്രേഷ്ഠമായ സ്ഥാനം മനുഷ്യന് നാം നൽകി. അപ്പോൾ ഇൽമ കൊണ്ട്, അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട്, ബോധം കൊണ്ട്, തിരിച്ചറിവ് കൊണ്ട് എല്ലാം തന്നെ മനുഷ്യനെ അള്ളാഹു മറ്റു ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യതിരക്തമാക്കി അവന് ഉത്കൃഷ്ടമായ ഉന്നതമായ സ്ഥാനം നൽകി പ്രപഞ്ചത്തില്. അപ്പോ മറ്റു ജീവികളിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ അന്നും ഇന്നെല്ലാം തന്നെ അവർ ഏതൊരു അവസ്ഥയിലായിരുന്നോ അവിടെ തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷെ മനുഷ്യൻ അങ്ങനല്ല. അവന്റെ ചിന്താപരമായ അള്ളാഹു അവന് നൽകിയ കഴിവ് കൊണ്ട്, പ്രത്യേകത കൊണ്ട് അവനെന്നും ഔന്നിത്യമാർന്ന ഒരവസ്ഥയിലേക്ക് അവൻ ഉയരുകയും അവന് പലതും ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ പലപ്പോഴും അതിനെ, ആ ഒരു സ്ഥാനത്തെ, ആ ഒരു മഹത്വത്തെ മനുഷ്യൻ തന്നെ സ്വയം മനുഷ്യർക്ക് മുമ്പിലും കല്ലുകൾക്ക് മുമ്പിലും മറ്റു മരങ്ങൾക്ക് മുമ്പിലും വണങ്ങി അവന്റെ ആ മഹാവ്യക്തിത്വത്തെ അവൻ ഇല്ലായ്മ ചെയ്യുന്നു. അപ്പൊ അതാണ് അള്ളാഹു മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ മുമ്പ് പറയുകയുണ്ടായി, ഒരു അബുദാകുക, അടിമയാകുക എന്നുള്ളത്, ഒരു മനുഷ്യന്റെ അടിമയാകുക എന്നുള്ളത് അത് മനുഷ്യന്റെ ഒരു നിന്ദ്യതയും, അള്ളാഹുവിന്റെ അടിമയാകുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു ഫضലുമാണ്, മഹത്വവുമാണ് എന്ന്. കാരണം മനുഷ്യന്റെ അടിമയായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവന്റെ എല്ലാ ചിന്തകളെയും അവന് നിഷ്കാസനം ചെയ്യും. ചിന്താ സ്വാതന്ത്ര്യത്തെ അവനിൽ നിന്ന് എടുത്തു മാറ്റും. അതോടൊപ്പം തന്നെ അവന്റെ അവന്റെ കഴിവുകളെ, അവന്റെ അവന് നൽകിയ എല്ലാ ദാനങ്ങളെയും അവൻ ചൂഷണം ചെയ്ത് ഊറ്റിയെടുക്കും. എന്നാൽ അള്ളാഹിന്റെ അടിമയായി കഴിഞ്ഞാൽ എന്താണ്? അള്ളാഹു ഇങ്ങോട്ട് നൽകുകയാണ് ചെയ്യുക. അവൻ എല്ലാം ഇങ്ങോട്ട് നൽകുകയും അവന് മഹത്വം നൽകുകയും അവന്റെ സ്ഥാനത്ത് ഉയർത്തുകയും ചെയ്യും അള്ളാഹു. അള്ളാഹു മനുഷ്യനെ നിന്ദ്യതയിലേക്കല്ല വിളിക്കുക, അള്ളാഹു ഉന്നതമായ സ്ഥാനത്തിലേക്കാണ് വിളിക്കുക. അതുകൊണ്ട് ഇമാം ഷഅറാവി പറയും, തആലു തആലു ഇലാ കലിമത്തി എന്ന് പറഞ്ഞാല് നിങ്ങൾ താഴോട്ട് പോവേണ്ടവരല്ല, നിങ്ങൾ ഔന്നിത്യമാർന്ന ഒന്നിലേക്ക് നിങ്ങൾ ഉയർന്നു വരൂ എന്നാണ് അള്ളാഹു ആ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പൊ ഓരോ മനുഷ്യനെയും
അള്ളാഹു അവന്റെ സ്ഥാനത്തെ പരിഗണിച്ച്, മനുഷ്യനെന്ന ഉത്കൃഷ്ടമായ അവന്റെ സ്ഥാനത്തെ പരിഗണിച്ച് ഔന്നിത്യത്തിലേക്ക് അവനെ വിളിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. അപ്പോ എല്ലാ മനുഷ്യരോടുമുള്ള അള്ളാഹുവിന്റെ ആജ്ഞയാണ്, നിങ്ങൾ നിന്ദ്യരാകുകയല്ല വേണ്ടത്, നിങ്ങൾ ഉന്നതരാണ്, ഉത്കൃഷ്ടമായ ഒന്നിലേക്ക് നിങ്ങൾ വരുന്ന. അപ്പൊ ഉത്കൃഷ്ടമായ ഒന്നിനെ മനുഷ്യന് ബോധ്യപ്പെടുത്തുമ്പോൾ അവർ ഇവരുടെ കൈകളിൽ നിന്നും അവർ നഷ്ടപ്പെടുന്നു എന്നുള്ള ബോധവും, ഇവരെ കൊണ്ടാണ് ഞങ്ങളുടെ നിലനിൽപ്പ് അസാധ്യമാകുന്നതെന്നും, ഇവരെ കൊണ്ടാണ്, ഇവരുടെ ചിന്തകളെ കൊണ്ടും ഇവരുടെ ജീവിത ശൈലികളെ കൊണ്ടും ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം കൊണ്ടുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഞങ്ങളുടെ അധികാര സംവിധാനങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കാത്തതെന്ന അധികാരികൾക്കും പൗരോഹിത്യത്തിനും ബോധ്യപ്പെടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ കാലത്തുമുള്ള ശ്രമങ്ങളുണ്ട്. അത് ഇന്നും തുടരുകയാണ്. ആ തുടരുന്ന ഒന്നിനെയാണ് അള്ളാഹു ഒരു സമൂഹത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളും ജാഗ്രതയുള്ളവരാകുകയും ഒരു സമൂഹത്തെ അധർമ്മത്തിന് വിട്ടുകൊടുക്കാതെ, അനീതിക്ക് ഇരകളാക്കാതെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ ധർമ്മമാണ് എന്നും സത്യവിശ്വാസികളുടെ അവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് മറ്റൊരു തരത്തിൽ അമ്പിയാക്കന്മാരുടെ മൻഹജിനെ കൈവടിയുന്നിടത്ത് അവരുടെ പിന്മുറക്കാരാണെന്ന് പറയുന്നവരിൽ പോലും ഈ ഒരു ബോധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. കാരണം ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളെ, അവരവരുടെ കസാരകളെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സമൂഹത്തെ എന്നും ഇങ്ങനെ പൊട്ടന്മാരാക്കി കൊണ്ടുപോകുന്ന ഒരു ശൈലി എല്ലാ കാലത്തും ഉണ്ട്. അത് അമ്പിയാക്കന്മാരുടെ മൻഹജിനെ കൈവിടിഞ്ഞുകൊണ്ട് മനുഷ്യരെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ പോകുകയും, മനുഷ്യരെ അമ്പിയാക്കന്മാർ കാണുന്ന ഒരു കാഴ്ചയിൽ കാണുകയും അവർക്ക് ആവശ്യമുള്ള ദർശനങ്ങളെ, അള്ളാഹുവിൽ നിന്നുള്ള ജീവിത പാഠങ്ങളെ പകർന്നു നൽകേണ്ടവരാണ് എന്ന ബോധം നഷ്ടപ്പെടുന്ന ഏത് നേതൃത്വത്തിലും ഉണ്ടാകുന്ന ഏറിയും കുറഞ്ഞും നിലനിൽക്കുന്ന ഒരു ബോധത്തെയാണ് ഇവിടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഷുഐബ് നബിന്റെ സമൂഹം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്ന് തോന്നുന്നു. ഷുഐബ് നബിയോട് പറയുന്നുണ്ടല്ലോ, ലുഖ്രിജന്നക മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന. ഞങ്ങളെ ഷുഐബേ, നിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പുറത്താക്കും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ ഞങ്ങളുടെ, അവിടെയും മില്ലത്തി എന്നാണ് ഉപയോഗിച്ചത്, ഞങ്ങള് വിഭാവനം ചെയ്യുന്ന ഒരു ജീവിത രീതി ശാസ്ത്രമുണ്ട്, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്, അതിലേക്ക് നിന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അവരും കാരിഹീൻ, അത് ഞങ്ങൾക്ക് വെറുപ്പാണെങ്കിലും നിങ്ങൾ അങ്ങനെ തിരിച്ചു കൊണ്ടുപോകുമെന്നാ ചോദിക്കും. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അധികാരികളും ആ സമൂഹത്തിലെ അധികാരികളും പറഞ്ഞത് അതാണ്, അഖ്രിജൂഹും മിൻ അർളിക്കും, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവരെ പുറത്താക്കുന്നതാണ്. ഇവര് വിശുദ്ധി ചമയുന്ന ഒരു സമൂഹമാണ്. അപ്പൊ പുറത്താക്കിയിട്ട് അവരുടെ ഉദ്ദേശ്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ത്വരയാണ് എല്ലാ കാലത്തുമുള്ള അധികാരികളും പറയുന്നത്. വഖാലല്ലദീന കഫറൂ മിൻ ഖൗമിഹി, ആ സമൂഹത്തിലെ അധികാരികൾ പറഞ്ഞു, ഫറോവയുടെ സമൂഹം അങ്ങനെയാണ് പറഞ്ഞത്, ഇവരെ നമ്മൾ ഇനി എന്ത് ചെയ്യും? അപ്പൊ പറഞ്ഞ് അവരിലെ ആൺമക്കളെ നമ്മൾ കൊല്ലുകയും സ്ത്രീകളെ നമ്മൾ ഒഴിവാക്കി വിടുകയും, നമ്മളുടെ കൈകളിലാണ് എല്ലാ ആധിപത്യവും ഉള്ളത്, അതിനാൽ നമ്മൾ ഇവരെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. മൂസാ നബി എന്തിനാ വന്നത്? പീഡിപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ പടച്ച തമ്പുരാന് കീഴ്പ്പെടണം, അവനെ അനുസരിക്കണം എന്ന് പറഞ്ഞു വന്നതാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിൽ മാത്രമാണ് മൂസാ നബിയെ പറയുന്നിടത്ത് ഫറോവയെ പറയാതെ പോയ ഒരേ ഒരു ആയത്ത്, ഒരേ ഒരു സൂറത്തുൽ കഹ്ഫ് മാത്രമാണ്. ബാക്കി മൂസാ നബിയെ കുറിച്ച് എവിടെല്ലാം പറഞ്ഞിക്കണോ അവിടെല്ലാം ഫറോവ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട്. സൂറത്ത് കഹ്ഫിൽ മാത്രമാണ് ഫറോവ കടന്നു വരാതിരിക്കുകയും, എന്നാൽ അതോടൊപ്പം മറ്റൊരു വൈജ്ഞാന ലോകവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച സൂറത്ത് കഹ്ഫിൽ നടക്കുകയും ചെയ്യുന്നു. അപ്പോ വേഗം പുറത്താക്കലാണ്. റസൂലുള്ളാഹിനെയും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം പറയുന്നുണ്ടല്ലോ. സൂറത്ത് അംഫാലില് ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അള്ളാഹു. ഇതുപോലെ അധികാരികള്, മക്ക മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയതും, നിന്നെ ഞങ്ങള് ഈ നാട്ടിൽ നിലനിർത്തുകയോ അല്ലെങ്കിൽ ആട്ടിയോടിക്കുകയോ അല്ലെങ്കിൽ നിന്നെ നിഷ്കാസനം ചെയ്യുകയോ ചെയ്യുമെന്ന് പറയുന്ന വാർത്തയും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ധർമ്മം, അള്ളാഹുവിന്റെ മനുഷ്യനെ അവനെ ചിന്താപരമായ
മറ്റു സ്വാതന്ത്ര്യം നൽകുകയും അള്ളാഹുവിന്റെ മാത്രം സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുകയും ചെയ്യുന്നത് അവനെ ചുറ്റുപാടുകളെ കുറിച്ച് ആലോചിക്കുവാനും നീതിയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും പഠിക്കുവാനും ഉയർന്ന ബോധവും ചിന്തയും നിലനിർത്തുവാനുമുള്ള മനുഷ്യന് നൽകുന്ന ഒരു വലിയൊരു ജീവിത മാർഗമാണ്. ആ മാർഗത്തെ എല്ലാ കാലത്തും ഭയപ്പെടുന്നു. മനുഷ്യനെ ചിന്താപരമായ സ്വാതന്ത്ര്യം നൽകാൻ പാടില്ല എന്ന ഒരു തിരിച്ചറിവ് എല്ലാ കാലത്തുമുള്ള പൗരോഹിത്യത്തിനും അധികാരികൾക്കുണ്ട്. ആ ഒരു വീക്ഷണത്തെയാണ് ഇവര് ഈ വാക്കിലൂടെ അവരുടെ നായകന് ഈ സമൂഹത്തോട് പറയുന്നത്. വക്കതാലിക്ക, അപ്പൊ ആള് പോയി ഒരു വെള്ളി നാണയവുമായിട്ട് പട്ടണത്തിലേക്ക് പോയി, മാർക്കറ്റിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ, അല്ലെ? അപ്പൊ വക്കതാലിക്ക അസ്തർനാ അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്ന الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. ഇവിടെ ഒരു സാമൂഹിക പ്രശ്നത്തെ അള്ളാഹു പിന്നീട് നമ്മെ കേൾപ്പിക്കുകയാണ്. വക്കദാലിക, അപ്രകാരം അഅ്സർനാ അലൈഹിം, അവരെ കണ്ടെത്താൻ ആ സമൂഹത്തിന് നാം അവസരം നൽകി. അപ്പൊ അള്ളാഹു തന്നെ ചില സംഗതികളെല്ലാം ഒരുക്കുകയാണ്. ഇത് ഒരു ജീവിത പാഠമാണ്. ഇത് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യരെ ഇവരെ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിതവും ജീവിത സന്ദേശവും പഠിപ്പിക്കുവാനും സത്യവും നീതിയും ധർമ്മവുമെല്ലാം എന്താണെന്ന് പഠിപ്പിക്കുവാനും ഒരു സമൂഹത്തെ അല്ലാഹു അടയാളമാക്കുകയാണ്. ജീവിതം പടച്ച തമ്പുരാന് സമർപ്പിച്ച ഒരു ജനതയെ, അല്ലെങ്കിൽ പ്രവാചകന്മാരെ, ഓരോ കാലഘട്ടങ്ങളിലുള്ള പ്രവാചകന്മാരെ, ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ കാലശേഷം വരുന്നവർക്ക് അടയാളമാക്കി പാഠമാക്കി അള്ളാഹു മനുഷ്യനോടുള്ള കാരുണ്യം പ്രകടിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ കണ്ടെത്തുവാനുള്ള അവസരം ആ ജനതക്ക് അള്ളാഹു നൽകുകയാണ്. അതിനുള്ള വഴിയാണ് അള്ളാഹു ഒരുക്കിയത്. അവർക്ക് പെട്ടെന്ന് വിശപ്പ് നൽകി, അവർക്ക് ദാഹമുണ്ടായി, അവർക്ക് വല്ലതും കഴിക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടായി. അപ്പൊ അവരെ പട്ടണത്തിലേക്ക് പോകാൻ അത് പ്രേരിപ്പിക്കുന്നു. അപ്പൊ അതിലൂടെ ഇവരെ കണ്ടെത്താനുള്ള ഒരു അവസരം ജനങ്ങൾക്ക് അള്ളാഹു നൽകുകയാണ്. അപ്പൊ എന്തിനാണ് ഇവരെ കണ്ടെത്താനുള്ള അവസരം അള്ളാഹു നൽകുന്നത്? ലിയഅലമു, അവരറിയാൻ, അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാന്റെ വാഗ്ദാനങ്ങളെല്ലാം സത്യമാണ് എന്നറിയാം. അപ്പൊ ഒരു പ്രശ്നബാധിത ഇടങ്ങളിൽ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു സമൂഹം ജീവിക്കുമ്പോഴും അള്ളാഹുവിന്റെ വാഗ്ദാനം അത് അള്ളാഹു പൂർത്തീകരിക്കുമെന്നുള്ള ഒരു പാഠം ഈ സൂറത്ത് ഓതുമ്പോൾ അവനങ്ങ് ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞത്, ദജ്ജാലുമാര് എല്ലാ കാലഘട്ടങ്ങളിലും രൂപപ്പെടുന്ന ദജ്ജാലുമാര് ആദ്യമായി ഭൂമിയിൽ അവർ നടപ്പാക്കല് സത്യവിശ്വാസികളായ ഒരു സമൂഹത്തെ ക്രൂരമായി പീഡിപ്പിക്കലാണ് എന്നുള്ളതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിനെ ആ ദജ്ജാലുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധിപ്പിക്കുന്നതും ആ ദജ്ജാലിന്റെ ക്രൂരകൃത്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പേ പഠിപ്പിക്കുന്നതും. അള്ളാഹുവിന്റെ റസൂലിന് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാല് ആ റസൂല് പഠിപ്പിക്കുന്ന ആ ഒരു അപകടകരമായ ഒരു പ്രതിസന്ധികളെ ജീവിതത്തിൽ മാറി മറിയുന്ന പുതിയ ദജ്ജാലുമാര് ഓരോ കാലഘട്ടങ്ങളിലും ആഗമനം കൊള്ളുമ്പോൾ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ എവിടെയാണ് വിജയമെന്ന് ചോദിക്കുന്നവരുണ്ട്, എവിടെയാണ് രക്ഷയെന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ സമയത്തിന്റെയും നമ്മുടെ നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അവന്റെ വാഗ്ദത്ത പൂർത്തീകരണവും നടക്കുക. നമ്മളിതിനു മുമ്പ് സമയത്തിന്റെ ആവേശികതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് പലതും ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹു നമ്മെ പല രൂപത്തിലും പരീക്ഷണത്തിന് വിധേയമാക്കി. ഇവിടെ നമ്മൾ അള്ളാഹുവിന് എന്ത് നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിന്റെ ഒരു പൊരുളറിയാൻ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭൗതിക ലോകത്ത് ഇടപെടാൻ അള്ളാഹു ചില അവസരങ്ങൾ ഒരുക്കുകയാണ്. ഇവരിലൂടെ ആ ഒരു അവസരത്തെ അള്ളാഹു മനുഷ്യ കുടുംബത്തിന്റെ മുമ്പിൽ അവർക്ക് നൽകിയ അവസരത്തെ നമുക്ക് പാഠമാക്കി അള്ളാഹു വെക്കുകയാണ്. ഇവിടെ എന്താണ്? ലിയഅലമു, അവരറിയാൻ, നമ്മളും അറിയാൻ. എന്താണ്? അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാന്റെ വാഗ്ദാനം സത്യാണ്. അപ്പോ ഇവർക്ക് എന്തൊക്കെയാണ് അള്ളാഹു നൽകിയത്? അപ്പൊ ഇവരെ കുറിച്ച് നമ്മൾ പഠിക്കണം, ഇവരെ കുറിച്ച് ചിന്തിക്കണം. അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ, പ്രപഞ്ചനാഥനായ സർവശക്തന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ, അവന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതിന്റെ പേരിൽ
അവന്റെ ജീവിത നിയമങ്ങളെ പാലിച്ചതിന്റെ പേരിൽ ഇവർക്കുണ്ടായ ദുരന്തങ്ങൾ എന്താണ്? അവിടെ അള്ളാഹു എങ്ങനെയാണ് ഇവരെ സംരക്ഷിക്കുന്നത്? ഏത് രൂപത്തിലൊക്കെയാണ് അള്ളാഹു അവർക്ക് സഹായവും സംരക്ഷണവും നൽകിയത് എന്ന് നമ്മളും പഠിക്കണം. അപ്പോ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ അള്ളാഹിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് നമുക്ക് ശക്തമായൊരു ബോധം നമുക്കുണ്ടാവും. അതാണ് അന്ന വഅദല്ലാഹി ഹഖുൻ, അള്ളാഹിന്റെ വാഗ്ദാനം സത്യമാണ്. ഇനി അത് മാത്രമല്ല, അത് ഈ ലോകത്തും പരലോകത്തെ കുറിച്ചുമുള്ള അള്ളാഹിന്റെ വാഗ്ദാനം. അപ്പോ ഇവിടെ അവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയോ അതെല്ലാം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നൽകും. നമ്മൾ ഇതിനു മുമ്പ് ആമുഖത്തിൽ പറയുകയുണ്ടായി, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, സൃഷ്ടിച്ച സ്രഷ്ടാവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അവിടെ പ്രവാചകന്മാർക്ക് മാത്രമല്ല അള്ളാഹു ചില കഴിവുകളും അവന്റെ ഇടപെടലിലൂടെ ചില സംരക്ഷണങ്ങളും നൽകുന്നത്. അത് പ്രവാചകന്മാരെ പിൻപറ്റുന്ന, പടച്ച തമ്പുരാന്റെ നിയമങ്ങളെ എല്ലാ അർത്ഥത്തിലും അതിന്റെ പൂർണ്ണ നിറങ്ങളോടുകൂടി ജീവിതത്തിൽ പാലിക്കുന്ന എല്ലാ മനുഷ്യർക്ക് മുകളിലും അള്ളാഹു അവന്റെ സംരക്ഷണം നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ള പാഠം പഠിപ്പിക്കുവാൻ കൂടിയാണ് പ്രവാചകന്മാരല്ലാത്തൊരു സമൂഹത്തെ കുറിച്ച് അള്ളാഹു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്ന് നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറയുകയുണ്ടായി. അപ്പോ അന്ന വഅദല്ലാഹി ഹഖുൻ, എന്തിനാണ് ഇവരെ കാണിച്ചു കൊടുത്തത്? അള്ളാഹു ഒരു സമൂഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെയൊക്കെയാണ് അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുന്നത്, നടപ്പാക്കിയിരിക്കുന്നത് എന്ന് അവരെ കണ്ടെത്തിയ മനുഷ്യർ അറിയുവാൻ, അവരെ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ. തന്നെയുമല്ല അന്ന സാഅത, നിശ്ചയം അന്ത്യനാളെന്നുള്ളത് ലാ റൈബ ഫീഹ, അതിലൊരു സംശയവുമില്ല എന്നവരറിയുവാനും. അള്ളാഹുവിന്റെ അന്ത്യനാളെന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനം കൂടിയാണ്, അതിലും ഒരു സംശയവുമില്ല എന്നവരറിയുവാൻ കൂടിയാണ്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണ്? ഇവർക്ക് ശക്തമായ ബോധം ഉണ്ടായിരുന്നു. അവർക്കത് തികഞ്ഞ ബോധ്യത്തിലാണ് അള്ളാഹുവിന്റെ വാഗ്ദാനത്തെയും അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളെയും ഈ സമൂഹം കണ്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പടച്ചോനുണ്ട് എന്ന് നമ്മൾ പറയും, സൃഷ്ടാവുണ്ട് എന്ന് പറയും നമ്മള്. പക്ഷേ ആ സൃഷ്ടാവിന്റെ അളമത്ത് ബോധ്യപ്പെടാത്തത് കൊണ്ട്, ആ മഹാകുദ്റത്തിനെ ബോധ്യപ്പെടാതെ പോകുന്നത് കൊണ്ട് നമ്മൾക്ക് അന്ത്യനാളെന്നുള്ളത് നമ്മളെ മുമ്പില് ഉണ്ടാവൂലേ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെയാണ് നമ്മളെ പ്രശ്നം. ഏതൊരു മനുഷ്യനോട് പോയി ചോദിച്ചാലും അള്ളാഹു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുകയും, എന്നാൽ മരണാനന്തര ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഭൂരിപക്ഷ സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റും. വായ കൊണ്ട് മാത്രം അതിനെക്കുറിച്ച് പറയുന്നവരാണ്. ഉണ്ട്, കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ജീവിതത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ, ആ ലോകത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്റെ ചുറ്റുമുള്ളവര് എന്നെ എന്നെ ഏതെങ്കിലും തരത്തിൽ എന്നെ വേറൊരു രൂപത്തിൽ ചിത്രീകരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ചെറിയ രൂപത്തിൽ ഉണ്ടെന്ന് ബോധ്യമുള്ളവർ തന്നെ അവന്റെ ജീവിതത്തിന്റെ പല ഇടങ്ങളിലേക്ക് നോക്കിയാൽ മതി, അവൻ ആ മരണാനന്തര ജീവിതം നിഷേധിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ വാക്കുകൾ, നമ്മളെ പ്രവർത്തികൾ, നമ്മളെ ചെയ്തികൾ, നമ്മളെ ഇടപെടലുകൾ, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോന്നും, നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഓരോന്നും, അങ്ങനെ നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് തന്നെ അങ്ങനെ ബോധ്യപ്പെടും എനിക്കിതിലൊന്നും വിശ്വാസമല്ല. കാരണം മരണാനന്തര ജീവിതത്തെ ഭയപ്പെടുന്നിടത്താണ് നല്ലൊരു സമൂഹത്തെ അമ്പിയാക്കന്മാർ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന് തുടക്കത്തിൽ പറഞ്ഞു, ഒരു പ്രവാചകനും പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവ് ഉണ്ടെന്ന് പറയാനല്ല വരുന്നത്. അത് മനുഷ്യന്റെ ഫിത്രിയായ ബോധാണ്. ഏതൊരു മനുഷ്യനും അവന്റെ മുമ്പിലുള്ള ഒരു വസ്തുവിലേക്ക് നോക്കിയിട്ട് ആരാണ് ഇത് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കും. ഈ പ്രപഞ്ചത്തിന്റെ അഗാധതയിലേക്ക് അവൻ ചിന്താപൂർവ്വം നോക്കിക്കഴിഞ്ഞാൽ അവന് ബോധ്യപ്പെടുന്ന ഒന്നുണ്ട്, ഇതിന്റെ പിറവിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന്. അതുകൊണ്ട് അള്ളാഹു മനുഷ്യന്റെ ആ മനഃശാസ്ത്രത്തെ അമ്പിയാക്കന്മാർക്കും എല്ലാ കാലത്തും അമ്പിയാക്കന്മാരെ പിൻപറ്റുന്നവർക്കും അള്ളാഹു അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെ, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വല ഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ വല ഇൻ സഅൽതഹും മൻ ഖലഖഹും ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു സമഅ വൽ അബ്സാറ, ആരാണ് ആകാശഭൂമികളെ സംവിധാനിച്ചവൻ? ആരാണ് നിങ്ങൾക്ക് വല ഇൻ സഅൽതഹും മൻ സഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയവൻ ആരാണ്? വല ഇൻ സഅൽതഹും മൻ ഖലഖഹും, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് നിങ്ങളെ ഒരു ബീജബിന്ദുവിൽ നിന്നും പിന്നെ നിങ്ങളെ നിർമ്മിച്ച് അതിൽ കേൾവിയും കാഴ്ചയും ഉള്ള മനുഷ്യനായി നിങ്ങളെ ഭൂമിയിൽ കൊണ്ടുവന്നവൻ ആരാണ്? അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന്റെ മുമ്പിൽ അസീസുൽ അലീം, ഒരു മഹാശക്തിയാണ്, മഹാജ്ഞാനിയാണ്,
അത് അള്ളാഹുവാണ്, ഈശ്വരനാണ്, ദൈവമാണ്, ഭഗവാനാണ്, ഗോഡാണെന്നെല്ലാം പറഞ്ഞിട്ട് മനുഷ്യൻ അതിന് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും. അപ്പൊ മനുഷ്യന് ഫിത്രിയായ ബോധാണ്, ഒരു നാച്ചുറലായ പ്രകൃതിദത്തമായ ബോധാണ് ദൈവമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ സ്രഷ്ടാവുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പരിപാലകനുണ്ട് എന്നുള്ളത്. എന്നാൽ ആ ഉണ്ടെന്ന് പറയുന്ന മനുഷ്യൻ പടച്ച തമ്പുരാന്റെ അവമത്ത് ബോധ്യപ്പെടാതെ പോകുമ്പോൾ, അവന്റെ കുതിരത്ത് ബോധ്യപ്പെടാതെ പോകുമ്പോൾ ആ ശക്തിയെ അവനും വിസ്മരിക്കുകയും ആ ശക്തി എന്നെ മരണാനന്തരം ജീവിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന ബോധത്തിൽ നിന്ന് അവൻ അവൻ എങ്ങനെയോ തെന്നിമാറിപ്പോവുകയും അവൻ ഭൗതിക ലോകത്ത് ഷിർക്കിന്റെ, കുഫറിന്റെ വഴികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവൻ താൽക്കാലികമായ ഭൗതിക ജീവിത ലാഭത്തിന് വേണ്ടി പടച്ച തമ്പുരാന്റെ നിയമങ്ങൾ അവൻ ലംഘിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ചില ആളുകളെ യൗമുൽ ഖിയാമയിൽ അള്ളാഹു കൊണ്ടുവരും. മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പിന്നെ 3 ആളുകളെ അള്ളാഹു യൗമുൽ ഖിയാമയിൽ കൊണ്ടുവരുന്നതിന് റസൂലുള്ള എടുത്തു കാട്ടുന്നുണ്ട് മുസ്ലിമിൽ. അപ്പോ ഒരു മഹാപണ്ഡിതനെ കൊണ്ടുവരും. അങ്ങനെ പിന്നെ അയാൾ പറയും, പടച്ചോനെ നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു റബ്ബേ, അതിനു വേണ്ടി എന്റെ കഴിവുകളെ പ്രയോഗിച്ചു. അള്ളാഹു പറയും, അതെ, മറ്റുള്ളവർ കാണുവാനും അറിയുവാനും നീ മഹാപണ്ഡിതനാണെന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടി നീ അത് ചെയ്തിട്ടുണ്ട്. നിനക്ക് ലഭിക്കാനുള്ളതെല്ലാം ലഭിച്ചു കഴിഞ്ഞു. അയാൾ നരകത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുമെന്നാണ്. രണ്ടാമതൊരാളെ കൊണ്ടുവരും, ഒരു മുജാഹിദിനെ കൊണ്ടുവരും, ഒരു പോരാളിയെ കൊണ്ടുവരും. അപ്പൊ അദ്ദേഹം പോരാളിയാണെന്ന് പറയുവാൻ വേണ്ടിയായിരുന്നു അള്ളാഹു പടച്ചോനെ എന്റെ രക്തം നിനക്ക് വേണ്ടി നൽകി, എന്റെ ശരീരം നിനക്ക് വേണ്ടി നൽകി, ഞാൻ മഹാത്യാഗം ചെയ്തു എന്ന് പറയും. അള്ളാഹു പറയും, അതെ, നീ ഒരു ആണെന്ന്, ഒരു പോരാളിയാണെന്ന് പറയുവാൻ വേണ്ടി അതെല്ലാം നീ ചെയ്തു, അതെല്ലാം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയും. ഒരു ധർമ്മിഷ്ഠനെ കൊണ്ടുവരും. അള്ളാഹുവെ, എന്റെ സമ്പത്ത് നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് പറയും. അതെ, നീ ധർമ്മിഷ്ഠനാണെന്ന് പറയുവാൻ വേണ്ടി നീ അതെല്ലാം ചെയ്തു, അപ്പോൾ നീ ഉദ്ദേശിച്ചത് നിനക്ക് ഭൗതിക ലോകത്ത് വെച്ച് ലഭിച്ചിരിക്കുന്നു, അതിനാല് നിന്റെ സ്ഥാനം നരകമാണെന്ന് പറയും. അങ്ങനെ ഒരു വിശാലമായ ഒരു ഹദീസാണ്. ഞാൻ അതിന്റെ ഒരു മേൽപ്പരപ്പിൽ നിന്ന് കൊണ്ടുള്ള ഒരു 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 അർത്ഥം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതേ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമുക്ക് ആ ലോകത്തെ കുറിച്ചുള്ള വ്യക്തമായ ബോധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഷിർക്ക് ഞാൻ ഭയപ്പെടുന്നത്. റസൂൽ പറയുന്നുണ്ടല്ലോ, ഞാൻ ഏറ്റവും ചെറിയ ഷിർക്കിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. നമ്മള് വെറും കല്ലിനെയും മണ്ണിനെയും മരത്തിനെയും മനുഷ്യരെയും പൂജിക്കുന്നത് മാത്രമാണ് ഷിർക്കെന്ന് കരുതേണ്ടതില്ല. അതിനേക്കാളും അപകടകരമായ ഒന്ന് നമ്മളിൽ നടക്കുന്നുണ്ട്. അതെന്താണ്? നമ്മള് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ തെര്യപ്പെടുത്തുവാനും വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് 100 റുപ്യന്റെ ഒരു അരിക്കാരൻ കൊടുക്കുക, അതിന് 200 റുപ്യന്റെ ഫോട്ടോ എടുക്കുന്ന ആളെ കൊണ്ടുവന്ന് നിർത്തും നമ്മള്. എന്നിട്ട് അവന്റെ അത് കൊടുത്താൽ മതി, പക്ഷെ എന്നാലും കൊടുക്കൂല, ആരൊക്കെയോ കാണേണ്ടതുണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഒരു സാമൂഹികമായും വ്യക്തിപരമായും ഇന്ന് നമ്മളെ സമൂഹത്തിൽ ഈ ഒരു പിന്നെ നാടകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സമൂഹമാവട്ടെ, വ്യക്തിയാവട്ടെ, അവർ പടച്ച തമ്പുരാനിലേക്ക് ഹൃദയം കൊണ്ട് മടങ്ങുകയും അള്ളാഹുവിന് വേണ്ടി, പ്രപഞ്ചനാഥന് വേണ്ടി നാളെ അവർ അഭിമുഖീകരിക്കുന്ന ലോകത്ത് അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം അവർ അമൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് അമലിന്റെ സ്വീകാര്യതക്ക് ഒന്ന് അള്ളാഹുവിന്റെ റിള അനിവാര്യമാണ്. പടച്ച തമ്പുരാന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. പിന്നെ അമ്പിയാക്കന്മാരെ സുന്നത്തിനെ അവലംബിക്കുക എന്നുള്ളതാണ്, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മാർഗത്തെ അവലംബിക്കുക എന്നുള്ളതാണ് ഒരു അമല് സ്വീകരിക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നു. അതുകൊണ്ട് എല്ലാം നാടകങ്ങളാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും അവർ നൽകുന്ന ഒന്നിനേക്കാളും കൂടുതൽ അത്തരത്തിലുള്ള കാഴ്ചകൾക്ക് വേണ്ടി അവര് നൽകുകയും സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെ ഇതാണ്. അതിന്റെ ഇടയിൽ അപൂർവം ആളുകളെ കൊണ്ട് ഇതുപോലെയുള്ള ചില ആളുകൾ മാത്രമേ എന്താവുള്ളൂ, ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടി നിലകൊള്ളുള്ളൂ. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും ബോധ്യപ്പെടും നമുക്കിതൊന്നും ഇല്ലാന്ന്. അപ്പൊ എന്ത് കർമ്മവും അനുഷ്ഠിക്കുമ്പോൾ അവിടെ എന്റെ റബ്ബിന്റെ റിളക്ക് വേണ്ടിയാണോ ഞാനത് ചെയ്യുന്നത് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആ തിരിച്ചറിവ് വെച്ചുകൊണ്ടായിരിക്കണം ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അതില്ലാതെയായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞ ഹദീസിന്റെ ആ മേൽപ്പരപ്പിലുള്ള ഒരു വായന പറഞ്ഞ് നമ്മൾ വീണ്ടും ആയത്തിന്റെ അർത്ഥത്തിലേക്ക് തിരിച്ചു വരാം. അതായത്, ഞാൻ നിങ്ങൾ ഭയപ്പെടുന്നത് പിന്നെ ചെറിയ ഷിർക്കിനെയാണ്. അപ്പൊ എന്താണ് ചെറിയ ഷിർക്ക് റസൂലെ? അത് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോ അതൊരു മഹാപാതകമാണ്. അത് നമുക്ക് ആഖിറം ബോധ്യപ്പെടാതെ പോകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് മറ്റുള്ളവരെ മാത്രം ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിനപ്പുറം നമ്മെ തന്നെ വിമർശനത്തിന് വിധേയമാക്കുന്ന ഒരു ഒരു രീതി കൂടി നമ്മൾ അവലംബിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളെ, സത്യവിശ്വാസികളാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ കാട്ടിക്കൂട്ടലുകളെ, ആഖിറത്തെ കുറിച്ചൊരു ബോധവുമില്ലാതെ പരസ്പരം അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു നസീഹത്തും ഇല്ലല്ലോ. ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ വിമർശിക്കുകയാണ്, നസീഹത്തില്ലാതെ വിമർശിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരാളുടെ വായിൽ നിന്ന് ഒരു വാക്ക്, ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാല് ആ പിഴവിനെ പോലും അവരവരുടെ വൃത്തങ്ങളുടെ വ്യാപനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ഓനെക്കാളും നല്ലവനാണ് ഞങ്ങളെന്ന് പറയുവാനും അവനെക്കാളും അറിവുള്ളവരാണ് ഞങ്ങളെന്ന് പറയുവാനും സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു ദുരന്തങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ് നിങ്ങൾ. അമ്പിയാക്കന്മാരിൽ നിന്ന് എത്ര വഴിദൂരമാണ് നമ്മൾ നടക്കുന്നത്. ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ അവരവരുടെ വൃത്തവ്യാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, ഞങ്ങളാണ് കേമന്മാരെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന, അവരൊന്നിനും കൊള്ളാത്തവരാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പുതിയ രീതി ഇതെന്ന് തുടങ്ങിയതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കണം, എന്നെ നിങ്ങൾ ഉപദേശിക്കണം. നിങ്ങളാ പറഞ്ഞത് ശരിയായില്ല കേട്ടോ, നിങ്ങൾ ഇന്ന വാക്ക് ശരിയായില്ല, ഇത് ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. അത് വ്യക്തിപരമായിട്ട് ഉപദേശിക്കാണ് വേണ്ടത്. അതുകൊണ്ട് അറബിയിൽ പറയും, ഒരാളെ നീ ജനങ്ങൾക്കിടയിൽ വെച്ച് നീ അവനെ ഉപദേശിച്ചാൽ അത് ഫലഹ്തഹു, അയാളെ നീ ഉപദേശിക്കല്ല, അയാളെ നീ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഞങ്ങൾ ഉപദേശിക്കുകയാണ്, തിരുത്താൻ വേണ്ടി പറയാണ് എന്നുള്ളതാണ് നമ്മൾ പറയണത്. പക്ഷെ ആ മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ ഉദ്ദേശ ശുദ്ധിയെ മനസ്സിലാക്കാതെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റുന്നവര് അത് സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ അയാളെ നേരിട്ട് ഉപദേശിക്കുകയും ഇതിങ്ങനെ ഒരു പ്രശ്നമുണ്ടിട്ടോ എന്ന് പറയുന്നതിനപ്പുറം സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന, കാലങ്ങളായി പ്രസംഗിക്കുന്നത്, ഇപ്പോഴത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടില്. ഇപ്പൊ ഞാൻ പുതിയൊരു ഇത് തന്നെ പറയാൻ കാരണം, ഒരു പണ്ഡിതൻ അയാളുടെ വായിൽ നിന്ന് ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ചപ്പോഴ് അയാൾക്ക് അവിടെ ഉപയോഗിച്ച വാക്കിന്റെ ആ രീതി എന്താണെന്ന് മനസ്സിലാകാതെ പോയപ്പോഴ് അതിനെ അയാള് ഒരു വേറൊരു രൂപത്തിൽ അർത്ഥം പറഞ്ഞു പോകുന്നു ഒരു പ്രഭാഷണ വേദിയിൽ വെച്ച്. അതിനെ മറ്റുള്ളവര് അയാളങ്ങ് കൊല്ലുകയാണ് അത് വെച്ചിട്ട്. അപ്പൊ ഇത് ഉപദേശിക്കുകയാണെന്ന് അവർ വിചാരിക്കുന്നത് അല്ല. നമ്മൾ ആഖിറത്തിൽ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു മറ്റുള്ളവന്റെ തെറ്റിനെ അവനോടൊപ്പം നിന്ന്, അതുകൊണ്ടാണ് അദ്ദീനു അൻ നസീഹ എന്ന് പറയും. നസീഹത്തില്ലാത്ത അള്ളാഹുവിന്റെ വഴികളെയാണ് ഇന്ന് നമ്മൾ പിൻപറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ചുറ്റുപാടുകൾ ഈ രൂപത്തിൽ മലീമസമായി കിടക്കുന്നത്. അള്ളാഹു നമുക്ക് ആയത്തിലേക്ക് വരാം. അന്ത്യനാൾ സംശയവുമില്ലാതെ പുലരുന്ന ഒന്നാണ് എന്ന് അവരറിയുവാനും. എന്നിട്ട് പറയാണ് അള്ളാഹു മറ്റൊരു വിഷയത്തിലേക്ക് ഇനി വരികയാണ്. അപ്പൊ ഇവരെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു, ഇവരാരാണെന്ന് അറിയാനുള്ള അവസരം ഒരു പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവർക്ക് ചില അറിവുകൾ നൽകാനാണ് അതെല്ലാം അള്ളാഹു ചെയ്തത് എന്ന് പറയാണ്. പിന്നെ അള്ളാഹു പറയാണ് ഇത് യതനാസഊന ബൈനഹും അംറഹും, അവരുടെ വിഷയത്തിൽ പിന്നീട് അവർ തർക്കിക്കാൻ തുടങ്ങി. അവര് ആ തർക്കിച്ച സന്ദർഭത്തെ നബിയെ അങ്ങൊന്ന് ഓർക്കുക. എന്താണ് ഇത് യതനാസഊന ബൈനഹും അംറഹും, അവരുടെ വിഷയത്തിൽ അവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായതിനെ അങ്ങൊന്ന് ഓർക്കുക. ഫഖാലു, അവർ പറഞ്ഞു, ഇബ്നു അലൈഹിം ബുന്യാന, അതിന്റെ മുകളിൽ നമുക്കൊരു സ്മാരകം നിർമ്മിക്കാം എന്ന് പറഞ്ഞു. ബുന്യാനൻ, ഒരു എടുപ്പുണ്ടാക്കാം. റബ്ബുഹും അഅലമു ബിഹിം, പടച്ചോനാണ് അവരെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ. അപ്പോ ഖാലല്ലദീന ഗലബു അലാ അംരിഹിം, അവരുടെ വിഷയത്തിൽ കുറച്ചുകൂടി കടന്നു ചിന്തിച്ച ആളുകൾ പറഞ്ഞു, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അതിന് മുകളിൽ നമുക്കൊരു മസ്ജിദ് തന്നെ നിർമ്മിക്കാം. അപ്പോ ആളുകൾ ഇങ്ങനെയാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ഇനി ശേഷം ഒരു വലിയൊരു ചർച്ച അതിന് ശേഷം വരുന്നുണ്ട്. പല ആളുകളെയും പല രൂപത്തിൽ ദൈവിക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള കാരണം അവരിൽ ചില അത്ഭുതങ്ങൾ അവർ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവിക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുണ്ടായ കാരണം എന്താ? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചില മുഅ്ജിസത്തുകളെ അവര് കണ്ടപ്പോഴാണ്, ചില അമാനുഷിക കഴിവുകളെ കണ്ടതാണ്. ഉസൈറിനെ ദൈവപുത്രനായി വാഴ്ത്താനുണ്ടായ കാരണം അള്ളാഹു അദ്ദേഹത്തിൽ ഇതുപോലെ
അദ്ദേഹത്തിന് തന്നെ അന്ത്യനാള് പുലരുമോ ഇല്ലയോ എന്ന എങ്ങനെയാണ് ഈ പട്ടണം ഇനി ഒരു പൂർവ്വസതിയിലേക്ക് മടക്കുക എന്നൊരു ചോദ്യവും പടച്ച തമ്പുരാന്റെ കുദ്റത്തിനെ പിന്നെ ആ നിമിഷം ഒന്ന് മറന്നുപോയതിലൂടെ ഉസൈറിനെ തന്നെ അള്ളാഹു അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യർക്ക് അടയാളമാക്കി വെച്ച് അദ്ദേഹത്തെ മരിപ്പിക്കുകയും പിന്നീട് 100 വർഷത്തിന് ശേഷം, ഒരു നൂറ്റാണ്ടിന് ശേഷം എഴുന്നേൽപ്പിക്കുന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ തലമുറകളെല്ലാം വയസ്സായിട്ടുണ്ട്, അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിൽ അള്ളാഹു ഉണ്ടാക്കിയ ഒരു അത്ഭുതം, അതിനെ കണ്ട ആളുകൾ പിന്നീട് അദ്ദേഹത്തെ എന്താക്കി? ദൈവപുത്രനാക്കി മാറ്റി. അപ്പോ അവരെ പിൻപറ്റുന്നതിന് പകരം, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ തിരിച്ചറിയുന്നതിന് പകരം, അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുന്നതിന് പകരം പെടുന്നനെ നമ്മെ പോലെയുള്ള ആളുകൾ ഇന്നത്തെല്ലാം വർത്തമാനങ്ങളെ പറയുന്നത് നമ്മളെ നാട്ടിൽ കുറച്ച് കൂടുതലാണ്. എന്തേലും കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തായി? പള്ളി കയറി, അല്ലെങ്കിൽ ഒരു എടുപ്പുണ്ടായി. ഇതാണ് എല്ലാ കാലത്തും ദുർബലരായ ഒരു മനുഷ്യരുടെ ആ ധർമ്മത്തെ പിൻപറ്റുന്നതിനപ്പുറം അതിന്റെ പിറകിൽ മറ്റു പലതും ലക്ഷ്യമാക്കി പെടുന്നനെ ഇത്തരത്തിലുള്ള വാദങ്ങൾ അങ്ങ് ഉന്നയിക്കും. ആളുകളുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥയെ അങ്ങ് ചൂഷണം ചെയ്യും. അപ്പോ അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതാന്തരീക്ഷത്തെ അള്ളാഹു, ഇന്നും നിലനിൽക്കുന്ന ഒരു ജീവിതാവസ്ഥയെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അവരുടെ വിഷയത്തിൽ തർക്കിക്കുകയാണ്. ശരിക്കും തർക്കമല്ല അവിടെ നടക്കേണ്ടത് എന്നാണ് അതിന്റെ ഒരു നെക്കീത, അതിന്റെ ഒരു ഓപ്പോസിറ്റുള്ള ചർച്ച എന്താന്ന് വെച്ചാല്, അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇമാം ഷഅറാവിയുടെ ചില ചിന്തകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് വിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകൾ വെച്ചുകൊണ്ട് ഇമാം ഷഅറാവി അതിനെ വിശദീകരിക്കുന്നുണ്ട്. അത് നാട്ടിലും ഇന്ന് ഇതാണ് നടക്കുന്നത്. എന്തെങ്കിലും ചെറുത് കണ്ടാൽ മതി, അപ്പൊ അതിന്റെ മേൽ ചാടി വരും. അതാണ് ഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ഖാലത്തിൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്, ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം യുളാഹിഹൂന ഖൗലല്ലദീന കഫറു ഖാതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ. നിഷേധികളായ സമൂഹത്തിന്റെ വാക്കുകളെ എടുത്തുദ്ധരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോ എന്തെങ്കിലും കാണുമ്പോഴേക്ക് അയാൾ ദൈവമാണ്, അല്ലെങ്കിൽ ഇയാൾ ദൈവമാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അങ്ങോട്ട് പോയിക്കോളും എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ. ഇത് പടച്ച തമ്പുരാനെ അളമത്ത് ബോധ്യപ്പെടാതെ പോകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. അള്ളാഹിന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടാതെ പോകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. അള്ളാഹിന്റെ ഇടപെടൽ എങ്ങനെയൊക്കെയാണ് എന്നിലും എന്റെ ചുറ്റുപാടിലും നടക്കുന്നത് എന്ന് ബോധ്യപ്പെടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതും അമ്പിയാക്കന്മാർ അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഓരോ പ്രവാചകനും ഭൂമിയിൽ വരുന്നത് എന്ന്. അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടാതെ പോയി കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളും ഇത്തരത്തിലുള്ള ജീവിത അപജയങ്ങളും ഇത്തരത്തിലുള്ള ചാബല്യങ്ങളും എല്ലാം തന്നെ നമ്മിലും സമൂഹത്തിലും ഉണ്ടായിത്തീരുന്നത്. അപ്പൊ അള്ളാഹിന്റെ അളമത്ത് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു ഇവരെ കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. അള്ളാഹു ആരാണ്, അവൻ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇടപെടുന്നത്, അള്ളാഹു ഏതെല്ലാം രൂപത്തിലാണ് അള്ളാഹുവിന്റെ തഖ്ദീറിനെ അള്ളാഹു നടപ്പാക്കുന്നത്, അള്ളാഹു മുദബ്ബിറാണ് എന്നുള്ളതിന്റെ അർത്ഥതലം എന്താണ്, അള്ളാഹു അലിയാണ്, അള്ളാഹു ഖാദിറാണ് എന്നെല്ലാം പറയുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളും ഇത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങളും അള്ളാഹു നിർമ്മിക്കുന്നത് എന്നുള്ളത് പഠിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത്. അപ്പോ നമ്മുടെ സമൂഹത്തിലേക്കും നോക്കിക്കഴിഞ്ഞാല്, നമ്മുടെ ചുറ്റുപാടിലേക്കും നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഈ പറയുന്ന കൂട്ടത്തിൽപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഈ ആയത്തിനെ മനോഹരമായി നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് വെച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. മറ്റു അറബ് നാടുകളൊന്നും ഇത്രയൊന്നും ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റൂല. എന്നാൽ നമ്മളെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വർത്താനത്തിന്റെ അർത്ഥം എന്താന്നുള്ളത് നമ്മളെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബോധ്യപ്പെടുന്ന ഒന്നാണ്. അതിനാൽ നന്നായി ചിന്തിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെട്ട് ഇതിലൂടെ നമുക്കും നമ്മുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത് അത് ഒരിക്കലും യൗമുൽ ഖിയാമ എന്ന് പറയുന്നത് അത് പുലരുന്ന ദിവസമാണെന്നും അതിലൊരു സംശയമില്ല എന്നും അതിനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ശക്തമായ ബോധത്തില് നമ്മൾ എന്താക്കണം, ജീവിക്കുകയും ഇത്തരം പാഠങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.